യാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശിഹ കൈക്കൊണ്ടീകർമ്മം കാരുണ്യം ചെയ്ക ആശ യാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശിഹ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന വിശുദ്ധ വാരത്തിലെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്ത കഷ്ടാനുഭവ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായ വാദേ തൽമീനോ ശുശ്രൂഷയിൽ വായിക്കുന്ന ഏവൻഗേലിയോൻ വേദഭാഗത്തെ ആസ്പദമാക്കിയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്ന 10 കന്യകമാരുടെ ഉപമയെ ആസ്പദമാക്കിയാണ്. കഷ്ടാനുഭവ ആഴ്ചയിലെ തിങ്കളാഴ്ച രാത്രി നമസ്കാരത്തിൻ്റെ 2ാം കൗമയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന ശുശ്രൂഷയാണ് വാദേ തൽമീനോ ശുശ്രൂഷ. ഈ വാക്കിൻ്റെ അർത്ഥം റീച്ചിങ് ദ പോർട്ട് അല്ലെങ്കിൽ തുറമുഖത്തേക്ക് അടുക്കുക എന്നതാണ്. 10 കന്യകമാരിൽ ബുദ്ധിമതികളായ 5 കന്യകമാരെ പോലെ മണവാളനോടൊത്ത് വിരുന്നിന് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ബുദ്ധിമതികളായ 5 കന്യകമാരിൽ കണ്ട പ്രത്യേകതകൾ നാം നോക്കുമ്പോൾ, ഒന്നാമത്തെ പ്രത്യേകത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ്. വിളിയെപ്പറ്റിയുള്ള ബോധ്യമുള്ളവർക്ക് മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയാണ് തങ്ങളെ വിളിച്ചതെന്ന ചിന്ത അവർക്കുള്ളത് കൊണ്ട് വിളക്കിനൊപ്പം അവർക്ക് എണ്ണയെടുക്കുവാനായിട്ട് സാധിച്ചത്. അവരെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുവാനായി അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അവൻ്റെ കൂടെ ഇരിക്കുവാനാണ്. ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ തക്കവണ്ണം ബുദ്ധിമതികളായ ആ 5 കന്യകമാരെ പോലെ ഒരുക്കത്തോടെ ഉണർന്നിരിക്കുവാനായിട്ട് നമുക്കിടയാകണം. മറ്റേ 5 കന്യകമാർ വന്നപ്പോൾ വാതിൽ അടയ്ക്കപ്പെട്ടതായി നാം കാണുകയാണ്. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് അവർ അപേക്ഷിച്ചപ്പോൾ അവരോടായി കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്: ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ബുദ്ധിമതികളായ 5 കന്യകമാരെ പോലെ ആ മണവാളനോടൊപ്പം വിരുന്നിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടി നമുക്കും ആയിരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.